ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം വിപുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരിപരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 97-ാം സർഗം ആണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാനത്തിൽ ആ ഭരതൻ്റെ സൈന്യത്തിനെ കണ്ട് അകലെ നിന്ന് സൈന്യം വരുന്നത് കണ്ട് ആ സാലവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നോക്കി ലക്ഷ്മണൻ തങ്ങളെ ആക്രമിക്കാനാണ് ഭരതൻ വലിയ സൈന്യവുമായിട്ട് വരുന്നത് എന്നനുമാനിച്ച് അദ്ദേഹത്തിനെയും സൈന്യത്തിനെയും നശിപ്പിക്കാനുള്ള പ്രതിജ്ഞ എടുക്കുകയും രാമനോട് യുദ്ധത്തിന് തയ്യാറാവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ക്രോധകലുഷിതനായി നിൽക്കുന്ന സുമിത്രാസുതനോട് ഇങ്ങനെ രാമൻ പറഞ്ഞു, വീരനും വില്ലാളിയുമായ ഭരതൻ നേരിട്ട് വരുമ്പോൾ നമുക്ക് വാളുകൊണ്ടോ വില്ലുകൊണ്ടോ പരിചയകൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛനോട് സത്യം ചെയ്ത് നമ്മൾ വനവാസം ഏറ്റെടുത്താണ്. ഇനിയിപ്പോൾ പോരിൽ ആ ഭരതനെ കൊല്ലുകയാണ് എങ്കിൽ പിന്നെ അച്ഛന് കൊടുത്ത വാക്കിന് എന്ത് വിലയാണുള്ളത്? ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ നശിച്ചിട്ട് ഈ രാജ്യം ലഭിച്ചിട്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ലക്ഷ്മണ, ഈ ഭൂമിയിൽ ധർമ്മവും അർത്ഥവും കാമവും എല്ലാം ഭൂമിക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ആ ഭരതനുമായിട്ടൊരു യുദ്ധത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാരുടെ രക്ഷ, സുഖം, ഇതൊക്കെയാണ് ഞാൻ ഈ രാജ്യഭാരം ഏൽക്കുന്നത് കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആയുധം തൊട്ടുകൊണ്ട് തന്നെ ആണയിടുകയാണ്. ഈ ലോകത്തുള്ള ഒരു വസ്തുവും എനിക്ക് പ്രാപിക്കാൻ സാധിക്കാത്തതല്ല. പക്ഷേ അധർമ്മത്തിലൂടെ ഒന്നും നേടണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഭരതനെയോ ശത്രുഘ്നെയോ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവരെ വധിച്ചിട്ട് ഒരു സുഖവും എനിക്ക് ലഭിക്കാനില്ല. എനിക്ക് നിന്നെപ്പോലെ തന്നെ വളരെ പ്രിയങ്കരനാണ് ഭരതൻ. ആ ഭരതനോടൊപ്പം ഭരതൻ അയോധ്യയിലെത്തി രാജാവായി ജീവിക്കുക, ഞാനും സീതയും നീയും ഇവിടെ ജടാവൽക്കലങ്ങളും ധരിച്ച് താമസിക്കുക, അത് ആണ് എന്നറിഞ്ഞപ്പോൾ ആ ഭരതനൊരു പക്ഷേ സ്നേഹപാരവശ്യം കൊണ്ട് ദുഃഖിതനായിട്ട് കുലധർമ്മം അനുസരിച്ച് എന്നെ കാണാൻ വരുന്നതായിരിക്കാം. അല്ലാതെ നമ്മളെ വധിക്കാനോ ഒന്നും വരുന്നതാണ് എന്നുള്ള തെറ്റായ ചിന്തയൊന്നും വേണ്ട. അമ്മയായ കൈകേയിയോടൊരു പക്ഷേ ആ ഭരതൻ കുപിതനായിട്ടുണ്ടാവാം. ഒരുപക്ഷെ അച്ഛനെ അനുനയിപ്പിച്ചിട്ട് എൻ്റെ വനവാസം അവസാനിപ്പിക്കാനുള്ള തീരുമാനം വരെ ഭരതൻ എടുത്തിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ വരുന്ന ഭരതനെ നമ്മൾ തെറ്റായി ചിന്തിക്കുന്നത് ശരിയല്ല. ഇന്ന് വരെ ജീവിതത്തിൽ ഈ ഭരതൻ നിനക്ക് എന്തെങ്കിലും അപ്രിയമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ ഭരതനെ നീ എന്തിനാണ് വെറുതെ സംശയിക്കുന്നത്? ഭരതൻ ആരോടെങ്കിലും നിഷ്ഠുരമായിട്ടോ അപ്രിയമായിട്ടോ ഒന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്താപത്ത് വന്നാലും ഒരച്ഛൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അല്ലെ സൗമിത്രേ, സഹോദരനെ മറ്റൊരു സഹോദരൻ വധിക്കുക എന്നുള്ളത് ശരിയുമല്ല. ഒരുപക്ഷെ ഞാൻ ഭരതനോട് ആ രാജ്യം ഇവന് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞാൽ ഭരതൻ വളരെ സന്തോഷപൂർവ്വം ആ രാജ്യം നിനക്ക് നൽകാൻ തയ്യാറാവും. അങ്ങനെയുള്ള ധർമാത്മാവായ ഭരതനെ പറ്റി ദുശ്ചിന്തകൾ പാടില്ല എന്ന് രാമൻ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ വളരെ ലജ്ജപൂണ്ടവനായിട്ട് മാറി എന്ന് പറയാണ്. എന്നിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛൻ തന്നെയാണ് അങ്ങയെ കാണാൻ വരുന്നത് എന്ന്. കാരണം അച്ഛൻ്റെ ആ സൈന്യത്തിലെ വലിയ ആനയെയൊക്കെ കാണാനുണ്ട്. ശത്രുഞ്ജയം എന്ന ആനയെ മുന്നിലിതാ കാണുന്നുണ്ട്. ആ കുതിരകളും അച്ഛൻ്റെ രഥം വലിക്കുന്ന ആ കുതിരകളും കാണാനുണ്ട്. പക്ഷേ അച്ഛൻ്റെ ദിവ്യമായ ആ വെൺകൊറ്റക്കുട കാണാനില്ല. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അല്ലേ ലക്ഷ്മണ, അങ്ങ് ആ മരത്തിൽ നിന്നിറങ്ങൂ എന്ന് ഇങ്ങനെ രാമൻ വീണ്ടും ലക്ഷ്മണനോട് പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ ആ രാമൻ്റെ നിർദ്ദേശപ്രകാരം ആ വലിയ സാലവൃക്ഷത്തിൽ നിന്നും ഇറങ്ങി ലക്ഷ്മണൻ കൈകൂപ്പി അവിടെ നിന്നു രാമൻ്റെ അടുത്ത്. ഈ സമയത്ത് ആ ആശ്രമത്തിന് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഭരതൻ രാജ്ഞ അനുസരിച്ച് ആ വലിയ സേന മുഴുവൻ പർവ്വതത്തിൻ്റെ താഴെ ചുറ്റുപാടും നിലയുറപ്പിച്ചു.
ആന, കുതിര, കാലാൾ എല്ലാം അടങ്ങുന്ന ആ സേനയെ അവിടെ നിർത്തിയിട്ട് 1.5 യോജനയോളം നീണ്ടു കിടക്കുന്ന പർവ്വതത്തിൻ്റെ ചുറ്റും നിർത്തിയിട്ട് രാമനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ആ ഭരതൻ അവിടെ നിന്നും യാത്ര ആരംഭിച്ചു എന്ന് ചിത്രകൂടത്തിലേക്ക് യാത്ര ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമാപിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.